അഭിയേട്ടാ, വൈകിട്ട് ചായ കൂടി കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി മുകളിൽ റൂമിന് വരാന്തയും ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്നവൻ്റെ പിന്നിൽ നിന്ന് മെല്ലെ വിളിച്ചു വൈഷ്ണവി. ആളെ മനസ്സിലായവൻ കയ്യിലിരുന്ന ഫോണിലേക്കൊന്ന് നോക്കിയിട്ട് തിരിഞ്ഞവൾക്ക് അഭിമുഖമായി കൈവരിയിൽ ചാരി കൈ കെട്ടി നിന്നു. അഭിയേട്ടാ, എനിക്കൊന്ന് സംസാരിക്കാൻ. അവിടെ നിന്ന് മറ്റാരും ഇരുന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് വൈഷ്ണവി പറഞ്ഞു. വൈഷ്ണവി ആകാശിന് എന്നോട് എന്താണ് സംസാരിക്കാനുള്ളത്? ഗൗരവം നിറഞ്ഞ മുഖത്തോടെ പരക്കൻ ശബ്ദത്തിൽ അഭി ചോദിച്ചു. അഭിയേട്ടാ, സോറി അഭിയേട്ടാ, അന്ന് എനിക്ക്. അവൻ്റെ ഗൗരവം നിറഞ്ഞ നോട്ടം കാണി വൈഷ്ണവി പറയാൻ വന്നത് വിഴുങ്ങി അവനെ നോക്കാൻ പോലും ആവാതെ മുഖം കുനിച്ച് കളഞ്ഞു. എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോകാൻ നോക്കൂ വൈഷ്ണവി. കഠിനമായ ശബ്ദത്തിൽ അവൻ വീണ്ടും പറഞ്ഞു. അഭിയേട്ടാ, അന്ന് എൻ്റെ സാഹചര്യം അങ്ങനെയായിപ്പോയതുകൊണ്ടാണ്. നിനക്ക് എന്നോട് പ്രേമമോ കാമോ ഉണ്ടായിരുന്നില്ല. ഞാൻ ബലമായി നിന്നെ കൂടെ കൊണ്ടുപോയതാണ്. അതുപോലെ ബലം പ്രയോഗിച്ചാണ് നിന്റെ ശരീരം സ്വന്തമാക്കിയത് എന്നൊക്കെ അന്ന് നീ പറഞ്ഞത് ഞാൻ സമ്മതിച്ചതാണല്ലോ. പിന്നിപ്പോൾ എന്താണ് അതിൽ കൂടുതൽ വൈഷ്ണവിക്ക് പറയാനുള്ളത്? അഭി പുറ്റച്ചിരിയോടെ ചോദിച്ചു. അന്ന് നമ്മുടെ വിവാഹം നടത്തി തരാമെന്നും പറഞ്ഞ് എന്നെ മാമൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തല്ലിയും പീഡിപ്പിച്ചുമൊക്കെ അങ്ങനെ പറയിപ്പിച്ചതാണ് അഭിയേട്ടാ. അവൻ്റെ ഇരുണ്ട നിറമുള്ള മുഖത്തേക്ക് നോക്കി വിരുമ്പിക്കൊണ്ട് അവൾ പതിയെ പറഞ്ഞു. ഓ അങ്ങനെ. അല്ലാതെ ഡോക്ടറായി മുറച്ചെറുക്കനെ കണ്ടപ്പോൾ കോൺട്രാക്ടർ പണിയും ചെയ്ത് വെയിലും കൊണ്ട് കരിവാളിച്ച് നടക്കുന്ന വലിയ സാമ്പത്തിക ഭദ്രയില്ലാത്ത കാമുകനെ നൈസായിട്ട് തേച്ചതല്ല. അല്ല, ഈ പീക്കാരി എന്നോട് പറയേണ്ട കാര്യം? മുഖത്ത് വർത്തമാനത്തിലെ യാതൊരു മാറ്റവുമില്ലാതെ അത് നിൽപ്പ് നിന്നവൻ തിരക്കി. ഞാൻ കഴിഞ്ഞ ഈ 2 വർഷവും അഭിയേട്ടനെ കണ്ടൊന്ന് സംസാരിക്കണമെന്ന് കരുതിയിരുന്നു. പക്ഷെ കാണാൻ കഴിഞ്ഞില്ല. ഇന്നിവിടെ ഞാൻ അഭിയേട്ടനെ പ്രതീക്ഷിതയില്ലായിരുന്നു. വൈഷ്ണവി മുഖം ഒന്ന് അമർത്തി തുടച്ചിട്ട് അവനോട് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഇത്രയ്ക്ക് പറഞ്ഞതിൽ സന്തോഷം. ഇനി എന്തെങ്കിലും? ആ നിൽപ്പ് നിന്നവൻ ചോദിച്ചു. ഇനിയെങ്കിലും എന്നെ മറന്ന്, നമ്മൾ തമ്മിൽ സംഭവിച്ചതൊക്കെ മറന്ന്, എല്ലാം മറന്ന് അഭിയേട്ടൻ മറ്റൊരു വിവാഹം കഴിക്കണം. വൈഷ്ണവി തൊണ്ടിടറിക്കൊണ്ട് പറഞ്ഞു. ഹലോ, പറഞ്ഞത് എങ്ങോട്ടാണ്? നീ എന്താ പറഞ്ഞത്? നിന്നെ മറന്ന് ഞാൻ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം? അങ്ങനെ തന്നെയല്ലേ നീ പറഞ്ഞത്? നിന്നെടുത്ത് നിന്നും അല്പം കൂടെ മുന്നോട്ട് ആഞ്ഞു നിന്നുകൊണ്ട് അഭിജിത്ത് തിരക്കി. അതിനവളൊന്ന് മോളി. അതിന് നിന്നെ ഞാൻ ഓർത്തിരുന്നിട്ട് വേണ്ടേ മറക്കാൻ? ഇന്ന് നീ എന്നെ തള്ളി പറഞ്ഞോ, അന്ന് ആ നിമിഷം നീ എൻ്റെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞു. പിന്നെ എൻ്റെ വിവാഹം അതുടനെ തന്നെ ഉണ്ടാകും. എൻ്റെ മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന ആർക്ക് വേണ്ടിയും എന്തിനു വേണ്ടിയും എന്നെ തള്ളി പറയാത്തവൾ, അവളുടെ ജീവിതത്തിലെ എല്ലാം ഞാനാണെന്ന് കരുതുന്ന, സ്വന്തം ജീവൻ പോലും എനിക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറുള്ള ഒരുവൾ, എനിക്ക് വേണ്ടി മാത്രം ജനിച്ചവൾ. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ എൻ്റെ നെഞ്ചോട് ചേർന്ന് അവളും ഉണ്ടാകും, ഈ അഭിജിത്തിൻ്റെ പ്രാണൻ. ഇനി കൂടുതൽ എന്തെങ്കിലും പറയാനില്ലല്ലോ. വൈഷ്ണവി ആകാശ് നേർത്തൊരു ചിരിയുടെ ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിൽ തിരികിക്കൊണ്ട് അവൻ താഴേക്കിറങ്ങിപ്പോയി. എൻ്റെ അളിയോ, ആ ഒരുവൾ അതാരാ? താഴേക്കിറങ്ങി വന്നവനെ പുണർന്നുകൊണ്ട് ഫോണിലൂടെ എല്ലാം കേട്ട പ്രവീൺ തിരക്കി. ആവോ, ഞാനീ പറഞ്ഞതുപോലെയൊക്കെ ആരെങ്കിലും സ്നേഹിക്കുമോളിയാ? ഇന്ന് ആത്മാർത്ഥ പ്രണയമൊന്നുമില്ല. പണമുണ്ടെങ്കിൽ അവിടെ പ്രണയവും സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടാകും. ഇതിപ്പോൾ അവൾക്ക് മുന്നിൽ ജയിക്കാൻ പറഞ്ഞതാണ്. ഇരുവരും കൂടെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ അഭി പറഞ്ഞു. അങ്ങനെ നിരാശപ്പെടാതെ അളിയോ, നിന്നെ നീ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹിക്കുന്ന ഒരുവൾ ഈ ഭൂമിയിലുണ്ടാകും. കൃത്യസമയത്ത് അവളെങ്കിൽ വന്നു ചേരും. പറഞ്ഞുകൊണ്ട് അഭിയുടെ തോളിൽ തട്ടി പ്രവീൺ. അളിയനൊന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ. ഇനി ഒരു പെൺകുട്ടി കെട്ടിക്കൂടെ കൂട്ടാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. വീടിന് പിന്നിലെ ചാമ്പ മരത്തിൽ വിളഞ്ഞ് പഴുത്തു നിന്ന ഒരു ചാമ്പയ്ക്ക് അടർത്തി എടുത്തുകൊണ്ട് അഭി പറഞ്ഞു. അങ്ങനെയൊന്നും അളിയൻ ചിന്തിക്കണ്ട. 3 ദിവസം നിന്റെ കൂടെ കഴിഞ്ഞിട്ട് ആകാശിൻ്റെ ഭാര്യയെ ജീവിക്കാൻ അവൾക്ക് ഉളുപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ നിനക്കെന്താ പ്രശ്നം? പ്രവീൺ അവൻ്റെ മുഖം പിടിച്ച് തനിക്ക് നേരെ തിരിച്ചുകൊണ്ട് തിരക്കി. അളിയൻ കരുതുന്ന പോലെ അതത്ര നിസ്സാരമല്ല. അന്നത്തെ ചോരത്തിളപ്പിൽ എടുത്തുചാട്ടം കൊണ്ടുമൊക്കെ സംഭവിച്ചു പോയതെന്നാണ് പറഞ്ഞാലും തെറ്റ് തന്നെയാണ് അന്ന് നടന്നത്. എത്ര പ്രണയം കോപ്പെന്നൊക്കെ പറഞ്ഞാലും താലി കെട്ടാതെ അവളെ ഞാൻ സ്വന്തമാക്കാൻ പാടില്ലായിരുന്നു. ഇനി അത് ചിന്തിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാം. എങ്കിലും അതൊരു കുറ്റബോധമായി എന്നും എൻ്റെ ഉള്ളിലുണ്ടാകും. ഇനിയൊരു വിവാഹമുണ്ടെങ്കിൽ അത് ആ പെൺകുട്ടിയുടെ എല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷമായിരിക്കും. അല്ലാതെ മനസ്സിലൊരു കള്ളത്തരം ഒളിപ്പിച്ചു വെച്ച് എനിക്കൊരിക്കലും ജീവിക്കാൻ കഴിയില്ല. അവളെ മനസ്സ് തുറന്ന് സ്നേഹിക്കാനും കഴിയില്ല. അഭി നേരത്തൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. വന്നപ്പോൾ ആ ആളെയല്ല അളിയനിപ്പോൾ ആകെങ്ങ് ഉഷാറായ പോലെ. അഭിയുടെ തോളിൽ കൈ ചുറ്റിക്കൊണ്ട് പ്രവീൺ പറഞ്ഞു. അളിയൻ പറഞ്ഞത് ശരിയാണ്. രാവിലെ ഇങ്ങോട്ട് വരണമെന്ന് അമ്മ ഇന്നലെ രാത്രി പറഞ്ഞു കേട്ടപ്പോൾ മടുപ്പോടെയാണ് സമ്മതിച്ചത്. പക്ഷേ ഇപ്പോൾ വന്നത് നന്നായെന്ന് തോന്നുന്നു. 2 വർഷമായി മനസ്സിൽ കൂട്ടിവെച്ച വേദനകൾക്കൊക്കെ ആ 2 വിഷജന്മങ്ങളോട് അമ്മയ്ക്കും എനിക്കും പറയാൻ പറ്റിയതോടെ കലങ്ങി മറിഞ്ഞിരുന്നു മനസ്സ് ഒന്ന് തെളിഞ്ഞു. ആ തെളിച്ചമാണിപ്പോൾ എൻ്റെ മുഖത്തളിയാൻ കാണുന്നത്. നിറഞ്ഞൊരു ചിരിയുടെ അഭി പറയുമ്പോൾ പ്രവീൺ അവൻ സ്നേഹത്തോടെ പുണർന്നു.
16-ാം വയസ്സിൽ അച്ഛൻ തണൽ നഷ്ടമായ തൻ്റെ അതേ പ്രായത്തിലും 4 വയസ്സുള്ള 2 സഹോദരിമാരും അമ്മയും അടങ്ങുന്ന കുടുംബത്തെ താങ്ങി നിർത്തിയവൻ കുഞ്ഞു കുഞ്ഞു ജോലികൾ ചെയ്ത് സ്വന്തം പഠിത്തവും കൂടെ സഹോദരങ്ങളുടെ പഠിപ്പവും ഒക്കെ പറ്റിയ വിധത്തിൽ നോക്കി. ആര് 21-ാം വയസ്സിൽ നല്ല രീതിയിൽ തന്നെ വിവാഹം നടത്തി തനിക്ക് കൈപിടിച്ച് തന്നവൻ. അങ്ങനെയുള്ളൊരുവനെ അനിയത്തി പ്രണയിക്കുന്നു എന്നറിഞ്ഞപ്പോൾ സന്തോഷം തന്നെയായിരുന്നു. വൈഷ്ണവി അച്ഛൻ്റെ 2ാം ഭാര്യയുടെ ആദ്യ ബന്ധത്തിലുള്ള മകളാണെങ്കിലും കൂടെ പിറന്ന സഹോദരിയെ കണ്ടുകൊണ്ട് തന്നെ അബിയെപ്പോലെ ഒരുവന് കൊടുക്കാൻ തനിക്ക് സമ്മതമായിരുന്നു. പക്ഷേ അവൻ ആ വിനോദിനി എല്ലാം തകർത്ത് കളഞ്ഞു. ഇന്ന് ഈ നിമിഷം തനിക്ക് മുന്നിൽ നിൽക്കുന്നവൻ്റെ എന്നോ നഷ്ടമായി പോയ ചിരി തിരികെ വന്നിരിക്കുന്നു. ഇനി പതിയെ പതിയെ അവൻ പഴയ അബിയായി തീരും. അതിന് അവനിപ്പം കൂട്ടിന് ഒരു പെണ്ണുകൂടെ വേണം. അവൻ കൊതിച്ചതുപോലെ അവന് മാത്രം സ്നേഹിക്കാൻ നല്ല മനസ്സിന് ഉടമയായ ഒരുവൾ. അളിയോ, നിങ്ങളത് ഏത് ലോകത്താണ് മനുഷ്യ? ഞാൻ പറഞ്ഞതുമെല്ലാം കേട്ടോ? തൻ്റെ മുഖത്തേക്ക് കണ്ണു ചിമ്മാതെ നോക്കി നിൽക്കുന്ന പ്രവീണിനെ തട്ടി വിളിച്ചിട്ട് അബി തിരക്കി. ഒന്നുമില്ലടാ, ഞാൻ എന്തൊക്കെ ചിന്തിച്ചു നിന്നുപോയി. എന്നവാ ആ കേക്ക് അങ്ങ് കട്ട് ചെയ്ത് കളയാം. അബിയും ചേർത്ത് പിടിച്ച് വീടിനുള്ളിലേക്ക് കയറുമ്പോൾ പ്രവീൺ പറഞ്ഞു, ആകാശ് വരതെ കേക്ക് കട്ട് ചെയ്യുന്നത് മോശമല്ലളിയാ? ചോദിച്ചുകൊണ്ട് അബി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആകാശിനോട് ഞാൻ പറഞ്ഞതും വൈകിട്ട് 5 മണിക്ക് കേക്ക് കട്ട് ചെയ്യുമെന്നും ഇതിനു മുൻപും ഒരു കാര്യത്തിന് സമയത്തിന് വന്ന ചരിത്രം അവനില്ലാത്തത് കൊണ്ട് ഇന്ന് ഞാൻ അവനെ പ്രതീക്ഷിക്കുന്നില്ല. അച്ഛേ, അങ്കിളെ, കേക്ക് കട്ട് ചെയ്യാൻ സമയമായി, വായോ. വർത്തമാനം പറഞ്ഞു നിന്നോടെ കൈകൾ തൂങ്ങി വേദു പറഞ്ഞു. പിന്നെ മറുത്തൊന്നും പറയാതെ അവൾക്ക് പിന്നാലെ പോയി രണ്ടാളും. കേക്ക് കട്ടിങ്ങും ഫുഡ് കഴിപ്പും ഒക്കെ കഴിഞ്ഞ് ഒരു 8 മണിയോടെ അബിയും കുടുംബവും പോകാനിറങ്ങിയത്. ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ അളിയാ, നാളെ ഇവൾക്ക് കോളേജിൽ പോകണം. എനിക്ക് തിരികെ എറണാകുളം പോകണം. ഇനി ഞാൻ വരുന്ന ദിവസം മളയും ഇവളെയും വേദനയും കൊണ്ട് അങ്ങ് വരണം പണ്ടത്തെ പോലെ. ആരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അബി പറഞ്ഞു. ഞങ്ങൾ വരും, നീ പഴയ പോലെ ആവണം. ചിരിയും കളിയും കുറുമ്പുമൊക്കെ നിറഞ്ഞ ഞങ്ങൾ അബിയാകണം. അന്നേ ഞങ്ങൾക്കും സന്തോഷം ഉണ്ടാകുമോ? അവൻ്റെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് പ്രവീൺ സ്നേഹത്തോടെ പറഞ്ഞു. ഞാൻ ശ്രമിക്കാളിയാ, ഇന്നു മുതൽ അതിനുള്ള ശ്രമം തന്നെയാണ്, ആത്മാർത്ഥമായി തന്നെ അബി പറഞ്ഞു. അവൻ്റെ വാക്കുകൾക്കും രാധികയ്ക്കും വല്ലാത്തൊരു സമാധാനം നൽകി. അമ്മയ്ക്കിന്ന് ഒരുപാട് സന്തോഷം തോന്നും അബി. കാറിൽ കയറി വീട്ടിലേക്ക് പോകുമ്പോൾ പിൻസീറ്റിൽ നിന്ന് രാധിക നിറഞ്ഞ മിഴികൾ സാരിത്തുമ്പ് പിടിച്ചൊപ്പിക്കൊണ്ട് പറഞ്ഞു. അമ്മ, ആ തള്ളയ്ക്ക് 2 കൂടുതൽ എനിക്ക് സന്തോഷം തോന്നി. ഇടയ്ക്ക് കയറി അഞ്ജുവും പറഞ്ഞു. അതൊന്നുമല്ല എൻ്റെ സന്തോഷം. എൻ്റെ കുഞ്ഞിനെ ചവിട്ടി താഴ്ത്താൻ നോക്കിയവിടെ മുന്നിൽ കുറച്ച് വൈകിയെങ്കിലും അവന് തലയുയർത്തി നിന്നില്ലേ, അതെനിക്ക് ഒരുപാട് സന്തോഷം തന്നു. നമ്മുടെ അമ്മയ്ക്ക് സന്തോഷം വന്നാലും കണ്ണുനീരാണല്ലോ അഞ്ജുവേ. അവിടെ ഇടരെ ശബ്ദം കേൾക്കി അബി തിരിഞ്ഞെന്ന് ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. നിനക്കറിയില്ല മോനെ, കഴിഞ്ഞ 2 വർഷമായി എൻ്റെ ഉള്ള നീറിപ്പിടഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. ഇനി നീ ഒരു പെൺകുട്ടിയെ കൈ പിടിച്ച് കൂടെ കൂട്ടുന്നത് കൂട്ടി സന്തോഷമായി ജീവിക്കുന്നത് കണ്ടാൽ മതി എനിക്ക്, പറഞ്ഞിട്ട് അവർ അവൻ്റെ മുഖം ശ്രദ്ധിച്ചു. താൻ പറഞ്ഞൊന്നും കേൾക്കാത്ത പോലെ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുകയാണ്. എങ്കിലും അവർക്ക് ആശ്വാസം തോന്നി. ഒന്നും സംസാരിക്കാതെ, ആരെയും കാണാൻ ആഗ്രഹിക്കാതെ, ഒന്നും കേൾക്കാൻ നിൽക്കാതെ, ചിരിക്കാൻ പോലും മറന്ന പോലെ എത്രയോ കാലങ്ങളായി കഴിയുന്നു. അവൻ ഇന്ന് ഒരു ദിവസമെങ്കിലും അവനെ തകർത്ത് കളഞ്ഞവർക്ക് മുന്നിൽ അഭിനയിച്ചെങ്കിലും നിന്നല്ലോ, അത് മതി. അത് തന്നെ തരുന്ന ആശ്വാസം ചില്ലറയല്ല. പെട്ടെന്നുള്ള അച്ഛൻ്റെ വേർപാടിൽ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ തന്നെയും 2 പെൺകുട്ടികളെയും ചേർത്ത് പിടിച്ച തൻ്റെ പൊന്നുമോൻ ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ആ ദിവസങ്ങളിൽ ഓർമ്മയിൽ ആ അമ്മ മനസ്സൊന്ന് വിങ്ങി. മേ, നിവിയാണ്. അവളോ ലക്ഷ്മി ചേച്ചിയോ നാളെ ഇങ്ങോട്ട് വന്നാൽ അമ്മയ്ക്ക് സംസാരിക്കാൻ നേരമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെങ്കിൽ ഇപ്പോൾ പറ്റുമെങ്കിൽ ഫോൺ തരാൻ പറഞ്ഞു. ചെവിയിൽ നിന്ന് ഫോൺ മാറ്റി പിടിച്ചുകൊണ്ട് അഞ്ജു പറഞ്ഞു. എന്നോടോ? എന്താ മോളെ കാര്യം? ഫോൺ കയ്യിലേക്ക് വാങ്ങിക്കൊണ്ട് രാധിക ചോദിച്ചു. അവൾ എന്നോടൊന്നും പറഞ്ഞില്ല, അമ്മ ചോദിക്കേ, പറഞ്ഞിട്ട് അബിയെ നോക്കി ചിരിച്ചു അഞ്ജു. ആരടി നേരത്ത്? അവൻ കണ്ണ് ചുരുക്കി അവളെ നോക്കി തിരക്കി. ഏട്ടന് രഞ്ജു ചേട്ടനെ അറിയില്ലേ മാംഗല്യത്തിലെ? ചോദിച്ചിട്ട് അഞ്ജു അവനെ നോക്കി. അറിയാം, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഇവിടെ താമസത്തിന് വന്ന സമയത്തല്ലേ ആക്സിഡൻറ്റും അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണമൊക്കെ? അവൻ ആലോചനയോട് ചോദിച്ചു. അവൾ അതിനൊന്നും മൂളി. അബി ഫോൺ കട്ട് ചെയ്തുകൊണ്ട് രാധിക വിളിച്ചു. എന്താമേ? അവൻ മുഖം തിരിച്ച് അവരെ നോക്കി. നീ ഒരിക്കൽ നിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ ഭാര്യയെ ചികിത്സയ്ക്കായി എറണാകുളത്തൊരു ആയുർവേദ ആശുപത്രിയിൽ കൊണ്ടുവന്ന കാര്യം പറഞ്ഞില്ലേ? ഓവ്, അതിന്? ചോദിച്ചിട്ട് രാധിക സൂക്ഷിച്ചൊന്ന് നോക്കിയവി. ഓനെ, ആ കൊച്ചനില്ലേ നിരഞ്ജൻ, ഇവളെ കൂട്ടുകാരുടെ നിവിതയുടെ സഹോദരൻ. അവനെ അവിടെ ചികിത്സയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഒരിക്കൽ അവിടെ ആ പയ്യനെ കാണാൻ ചെന്നപ്പോൾ ഈ കാര്യം പറഞ്ഞിരുന്നു. അന്ന് അവർക്ക് പൈസ ഉണ്ടായില്ല. ഇപ്പം സ്ഥലം വിൽക്കാൻ തീരുമാനിച്ചു. നീ അവരെ നിന്ന് സഹായിക്കണം. രാധിക മെല്ലെ അവനോട് പറഞ്ഞു. അമ്മ എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത്? നമ്മൾ ആരെ സഹായിച്ചിട്ടുണ്ടോ? അവരിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് തിരികെ കിട്ടിയതെന്ന് അമ്മ മറന്നുപോയോ? ഇനിയും ഓരോ പൊല്ലാപ്പ് പിടിച്ച് തലയിൽ വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല.
രാധിക പറഞ്ഞതും ഇഷ്ടപ്പെടാതെ എക്കാനത്തെ മുഖത്തോടെ അഭി പറഞ്ഞു. അങ്ങനെ പറയല്ലേട്ടാ, അവർക്കൊരു സഹായത്തിന് വേറെ ആരുമില്ല, അതുകൊണ്ടാണ്. അവൻ്റെ കയ്യിൽ പിടിച്ച് കെഞ്ചി പറഞ്ഞു അഞ്ജു. അതെന്താ ഇല്ലാത്തത്? അവിടെ ബന്ധുക്കളല്ലേ തൊട്ടപ്പുറത്ത് താമസിക്കുന്നത്. ഇഷ്ടക്കേരോട് തന്നെ അവൻ തിരക്കി. അതൊക്കെ പണ്ട്. ഇപ്പോൾ അവർക്ക് പണം ഇല്ലാത്തത് കൊണ്ട് ഉറപ്പിച്ചു വെച്ച കല്യാണത്തിൽ നിന്ന് പോലും അവർ പിന്മാറിക്കളഞ്ഞു. ഉണ്ടായിരുന്നതൊക്കെ ആ ചേട്ടന് ചികിത്സയ്ക്ക് ചിലവാക്കി. ഇപ്പോൾ സ്ഥലം എന്തോ വിറ്റാണ് അടുത്ത ചികിത്സയ്ക്ക് ഇറങ്ങാൻ പോകുന്നത്. ആ ചേട്ടൻ മാത്രമേ ഉള്ളൂ നിവിക്കും ലക്ഷ്മി ചേച്ചിക്കും. സങ്കടത്തോടെ അഞ്ജു പറഞ്ഞു. എല്ലാ സഹായവും ചെയ്തു കൊടുത്തിട്ട് ഒടുവിൽ നമുക്ക് പണിയാവരുത്. താല്പര്യമില്ലാതെ തന്നെ പറഞ്ഞു അഭി. വേറൊന്നും വേണ്ട മോനെ. അവർ അവിടെ വരുന്ന ദിവസം നീ ഇന്ന് ഹോസ്പിറ്റലിൽ കൂടെ പോകണം. പിന്നെ അവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം കൂടെ ചെയ്തു കൊടുക്കണം. അത്രയും മതി. ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും. അവരെ സഹായിക്കുമെന്ന് അവൻ സമ്മതിച്ച സന്തോഷത്തിൽ രാധിക പറഞ്ഞു. ഞാനിന്ന് വിജയൻ ചേട്ടനോട് ചോദിക്കട്ടെ, നാളെ മറുപടി പറയാമെന്ന് പറയേ. ഫോണും എടുത്ത് റൂമിലേക്ക് പോകുന്നതിനിടയിൽ അവൻ പറഞ്ഞു. ആ കല്യാണം മുടങ്ങിപ്പോയപ്പോൾ അഞ്ജു, നീ പറഞ്ഞത് സത്യമാണോ? അഭി മുറിക്കുള്ളിൽ കയറി വാതിൽ അടച്ചതും രാധിക അവളോട് തിരക്കി. അവൾ അതിൽ നിന്ന് മൂളിയതേയുള്ളൂ. 4-5 വർഷം പ്രേമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന് നാട്ടുകാരെ മുഴുവനും അറിയിച്ച് നിശ്ചയം വരെ നടത്തിയിട്ടും ഇപ്പം അത് വേണ്ടെന്ന് വെക്കാൻ ആ പയ്യന് എങ്ങനെ തോന്നി? ഇനി ആ പെങ്കൊച്ചിന് നല്ലൊരു വിവാഹം നടക്കുമോ ഈശ്വര? വിഷമത്തോടെ അവർ പറഞ്ഞു. ആദ്യം ഇതൊക്കെ അറിഞ്ഞ നിമിഷം പാവൻ നിവിയുടെ അവസ്ഥ കാണണമായിരുന്നമ്മേ. ആകെ തകർന്നു പോയിരുന്നു അവൾ. ഇപ്പോഴും ആ വേദന അവളുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഇത് മനസ്സിലൊതുക്കി ജീവിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. നിവിയുടെ അന്നത്തെ അവസ്ഥ മുന്നിൽ കണ്ടതുപോലെ സങ്കടത്തോടെ അഞ്ജു പറഞ്ഞു. കഷ്ടം, ഓരോന്നിങ്ങനെ തുന്നിയിറങ്ങിയാൽ എന്താ ചെയ്യുക? താടിയിൽ കൈ ചേർത്ത് വെച്ചവർ ആ നിൽപ്പ് നിന്നു. നിശ്ചയത്തിന് ഇനി പോകുന്നുണ്ടോ കുഞ്ഞി? ലക്ഷ്മിയുടെ തോളിൽ ചാരി എന്തോ ചിന്തിച്ചിരിക്കുന്ന പെണ്ണിനോട് രഞ്ജു അലിവോട് തിരക്കി. എനിക്ക് അവൾ ആലോചനയുടെ രണ്ടാളെയും മാറി മാറി നോക്കി. നീ വരണം കുഞ്ഞി. തല ഉയർത്തി നിന്ന് നീ ആ ചടങ്ങ് കാണും. നിന്റെ വേദനയോ സങ്കടമോ അവരാരും അറിയരുത്. നിന്റെ ഏട്ടൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയ പിന്നെ നമുക്കൊരു സങ്കടം ഉണ്ടാവില്ല കുഞ്ഞി. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. ലക്ഷ്മി പറഞ്ഞതിന് നിവി മെല്ലെ നിന്ന് മോളി. ഏട്ടനും ഏട്ടത്തെയും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കുഞ്ഞി ഹോസ്പിറ്റലിൽ നിൽക്കില്ലേ ചോദിച്ചിട്ട് അവളുടെ കൈ പിടിച്ച് കൈവെള്ളയിൽ ഉമ്മ വെച്ച് രഞ്ജു. നിന്നോളാം ഏട്ടാ, 3 മാസത്തെ കാര്യമല്ലേളൂ. ഉള്ളിൽ തികട്ടി വന്ന സങ്കടം അടക്കി പിടിച്ചവൾ പറഞ്ഞു. ഏട്ടനും ഏട്ടത്തെയും കൂടെ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കാകുന്ന ആ 3 മാസം ഓർക്കാൻ പോലും ഇഷ്ടമല്ലെങ്കിലും നിവി അവർക്ക് മുന്നിൽ ചിരിയോടെ തന്നെ നിന്നു. നാളെ നിശ്ചയത്തിന് ധാവണിയാണോ കുഞ്ഞു ഉടുക്കുന്നത്? രാത്രി കിടക്കാൻ നേരം ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നവളോട് ലക്ഷ്മി ചോദിച്ചു. ഓവ ഏട്ടത്തി, അതുപോലെ എന്തോ ചുരിദാർ ഇടണോ? സംശയത്തിൽ നിവി മുഖമുയർത്തി നോക്കി. ധാവണി മതി, ഏറ്റവും നന്നായി ഒരുങ്ങി തന്നെ വേണം എൻ്റെ കുട്ടി നാളെ വരാൻ. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ലക്ഷ്മി പറഞ്ഞു. എന്തിനാ ഏട്ടത്തി, അങ്ങനെയുള്ള വാശിയൊന്നും എനിക്കില്ല. അവർ നമ്മളെ നിശ്ചയത്തിന് വിളിച്ചു, നമ്മൾ പോകുന്നു, പങ്കെടുക്കുന്നു, തിരികെ വരുന്നു, അത്രയേ ഉള്ളൂ. നിവി അലമാര അടച്ചു വെച്ചിട്ട് ലക്ഷ്മിക്ക് അടുത്തേക്ക് ഇരുന്നിട്ട് പറഞ്ഞു. നിന്റെ മനസ്സിലെ വേദനയൊക്കെ ഏട്ടത്തേക്ക് മനസ്സിലാകും. അതൊക്കെ മറന്ന് എൻ്റെ കുട്ടി ഹാപ്പിയായിട്ട് ജീവിക്കുന്നൊരു കാലം വരും. ലക്ഷ്മി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കിപ്പം മനുവേട്ടൻ നഷ്ടമായെന്ന് ഓർത്ത് വിഷമമൊന്നുമില്ല ഏട്ടത്തി. നാളെ അയാൾ ബിവ ചേച്ചി താലി കെട്ടിലും കണ്ണെന്ന് നിറയെ പോലും ഇല്ലാതെ കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയും. ഇപ്പോൾ എനിക്ക് ഒരു ലക്ഷ്മിയിലും പഠിച്ചൊരു ജോലി നേടണം ഏട്ടത്തി. അല്ലാതെ ഒരു വിവാഹമൊന്നും എൻ്റെ സ്വപ്നത്തിലില്ല. നീ ഇപ്പോൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട, തൽക്കാലം പഠിക്കും. ഏട്ടൻ്റെ ആരോഗ്യം കൂടെ ശരിയാൽ നമ്മുടെ സന്തോഷമൊക്കെ തിരികെ വരും. അന്നേരം ഒരു കല്യാണത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ മതി. ചിരിയോടെ പറഞ്ഞിട്ട് ലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങിപ്പോയെങ്കിലും എന്തൊക്കെയോ ചിന്തകളിൽപ്പെട്ട് ആ രാത്രി ഉറങ്ങാൻ നിവിക്കായില്ല. ഇന്നാണ് മനുവിൻ്റെ എൻഗേജ്മെൻറ്റ്. രാവിലെ തന്നെ നിരഞ്ജൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ശേഷമാണ് ലക്ഷ്മി പോകാൻ റെഡിയായത്. ലച്ചു കുഞ്ഞിയെ കൊണ്ട് പോണോടി. അവളെ മനസ്സാകെ കലങ്ങിപ്പോയിട്ടുണ്ട്. വേദനയുടെ നിരഞ്ജൻ തിരക്കി. കൊണ്ടുപോകണം രഞ്ജു, ആ ചടങ്ങ് അവളുടെ കണ്ണുകൊണ്ട് കാണട്ടെ. നമ്മുടെ കുഞ്ഞിയുടെ മനസ്സിൽ അവനുമായിട്ടുള്ള അവസാന ഓർമ്മകളും താഴ്ത്തു പോറ്റട്ടെ. അവനെപ്പോലെ ഒരു ചതിനെ കിട്ടാത്തത് കൊണ്ടുള്ള കുഞ്ഞൊരു വേദന പോലും ഇനി അവളുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. മനുവിനോടുള്ള വെറുപ്പ് നിറഞ്ഞ ശബ്ദത്തിൽ ലക്ഷ്മി പറഞ്ഞു. ലച്ചു, നീ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ ആത്മാർത്ഥമായി പ്രണയിച്ച നമ്മുടെ പ്രാണനെ കൊണ്ടുവന്ന ഒരാളെ നഷ്ടമാകുമ്പോഴുള്ള വേദന അത് സഹിക്കാനാകുമോ? ഇപ്പം എൻ്റെ കുഞ്ഞ് ആ വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്. അവളെ ആശ്വസിപ്പിക്കാൻ പോലും എൻ്റെ കയ്യിൽ വാക്കുകളില്ല. നിരഞ്ജൻ നെഞ്ചൊന്ന് തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. അവൻ നമ്മുടെ കുഞ്ഞെ അർഹിക്കുന്നില്ല രഞ്ജു. അവളെ അർഹിക്കുന്നവൻ വരും അവളെ സ്വന്തമാക്കാൻ. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. നിരഞ്ജൻ്റെ നിറഞ്ഞു തൂവിയ കണ്ണുകൾ തുടച്ചു കൊടുത്തിട്ട് ലക്ഷ്മി പറഞ്ഞു. അന്ന് ഏറ്റവും മനോഹരിയായി നിവി അണിഞ്ഞൊരുങ്ങി. പിന്നെ ഏട്ടൻ്റെ റൂമിലേക്ക് ചെന്നു. ധാവണിയുടെ തലയിൽ മുല്ലപ്പൂവ് ചോടി കഴുത്തിൽ സ്ഥിരമായിട്ടുള്ള കുഞ്ഞൊരു സ്വർണ്ണമാലയും അതിൽ തന്നെ ഹാർട്ട് ഷേപ്പിലെ ഒരു ലോക്കറ്റും അതിൽ കല്ല് വെച്ചൊരു വലിയ ജിമിക്കിയും അത് അഞ്ച് വാങ്ങിക്കൊടുത്തതാണ്. കയ്യിൽ മെറൂൺ കറുപ്പും കലർന്ന ധാവണിക്ക് മാച്ചകന്ന കുപ്പിവളകളും വാലട്ടെഴുതിയ കണ്ണുകളും നെറ്റിയിലെ കറുത്ത പൊട്ടുമൊക്കെയായി ആര് കണ്ടാലും നോക്കി ഇന്ന് പോകുന്നൊരു സുന്ദര രൂപം.
ഏട്ടൻ്റെ കുഞ്ഞിപ്പെണ്ണ് ഒത്തിരി സുന്ദരിയായിട്ടുണ്ട്. തൻ്റെ അടുത്തേക്ക് വന്നവളുടെ കവളിൽ വാത്സല്യത്തോടെ തഴുകിക്കൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. ആണോ? ഏട്ടൻ്റെ കുഞ്ഞ് ഒത്തിരി സുന്ദരിയാണോ? ചോദിച്ചുകൊണ്ട് കൊഞ്ചിലോടെ ഏട്ടനോട് ചേർന്നിരുന്ന നവി. ആണോന്നോ? ഏട്ടൻ്റെ കുഞ്ഞിപ്പെണ്ണിനോളം സുന്ദരിക്കുട്ടി ഈ നാട്ടിലുണ്ടോ? അതേ സ്നേഹത്തോടെ നിരഞ്ജൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു. നോക്കിയടത്തി ഈ ഏട്ടനെ കളിയാക്കുവാണോ എന്നെനിക്കൊരു സംശയം. നിറഞ്ഞ ചിരിയോടെ പറഞ്ഞിട്ട് നവി ലക്ഷ്മിയെ നോക്കി. എനിക്കും തോന്നി. രണ്ടാളെ വർത്തമാനവും ചിരിയും കാണേ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. കണ്ടോ, ഏട്ടൻ എന്നെ കളിയാക്കിയതാണെന്ന് ഏട്ടത്തേക്കും തോന്നി. പിണക്കം ഭാവിച്ചുകൊണ്ട് നിവി പറഞ്ഞു. ഏട്ടൻ്റെ കുഞ്ഞിപ്പെണ്ണ് മനസ്സ് വേദനിപ്പിക്കാതെ വേണം ആ ചടങ്ങ് കഴിഞ്ഞ് തിരികെ വരാൻ. അവളെ തലയിൽ മെല്ലെ നിന്ന് തലോടിക്കൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. ഏട്ടന് തോന്നുന്നുണ്ടോ എനിക്കിപ്പോഴും സഹിക്കാൻ കഴിയാത്ത വിഷമമുണ്ടെന്ന്? നിവിയുടെ ആ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ ചെവി ഓർത്തിരുന്നു നിരഞ്ജൻ. എനിക്ക് കഴിഞ്ഞു പോയതൊക്കെ മറക്കാൻ ഇനി സമയം ആവശ്യമുണ്ട്. ചിലപ്പോൾ ഈ ജീവിതകാലം മുഴുവനും എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ എനിക്കുണ്ടായ ഈ ചതി ഉണ്ടാകും. പക്ഷേ ഇന്ന് മനോജ് എന്ന വ്യക്തി എൻ്റെ ആരുമല്ല. ഇന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ഏട്ടാ, ഇനി അയാളെ കാണുമ്പോൾ ഈ നാട്ടിൽ തന്നെയുള്ള ഒരാളല്ലെങ്കിൽ അച്ഛൻ പെങ്ങളുടെ മകൻ എന്ന നിലയിൽ കാണാനും സംസാരിക്കാനും എനിക്ക് കഴിയും. എൻ്റെ ഏട്ടൻ എന്നെ ഓർത്ത് ഈ മനസ്സ് വേദനിപ്പിക്കരുത്. 2 ദിവസം കഴിയുമ്പോൾ ട്രീറ്റ്മെൻറ്റിന് പോകേണ്ടതാണ്. മരുന്ന് മാത്രമല്ല ഏട്ടന് വേണ്ടത് മനസ്സിന് സന്തോഷവും സമാധാനവും കൂടെ ഉണ്ടാവണം. അവൻ്റെ തലയിൽ തലോടി കവളിൽ ഒരു മുത്തവും കൊടുത്ത് പറഞ്ഞിട്ട് അവൾ എഴുന്നേറ്റു. നമുക്ക് പോയാലും അടുത്തി ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ തിരികെ വേണം നമുക്ക്. ഒന്നാമത് ഏട്ടൻ ഒറ്റയ്ക്ക് 2 അഞ്ചും അവളെ ചേട്ടനും വരും. ലക്ഷ്മിയുടെ അടുത്തേക്ക് വരുന്നതിനിടയിൽ ഒന്നുകൂടെ കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ട് നിവി പറഞ്ഞു. ഞങ്ങൾ പോയിട്ട് വേഗം വരാട്ടോ രഞ്ജുവേ. അവൻ്റെ നെറ്റിയിൽ ചുണ്ടൊന്ന് ചേർത്തുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. ഏട്ടാ, ഞങ്ങൾ ഇറങ്ങുവാണേ. രണ്ടാളും ഒരുപോലെ സന്തോഷത്തോടെ യാത്രയൊക്കെ പറഞ്ഞ് പോകുന്നതെന്ന് നോക്കി കിടന്നു നിരഞ്ജൻ.